നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ സീസണിൽ ലൂണ കളിക്കാനുള്ള സാധ്യതകൾ അത് വളരെ വിരളമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്റെ പൊന്നുനായിട്ടവരൊക്കെ ബേബിച്ചേട്ടനല്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. പോരുന്ന എന്റെ കൂടെ സാർ, കാര്യമായിട്ട് പറയണം. കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. എന്തു പറയുന്നു? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ വീട്ടിൽ അമ്മയോട് ചോദിച്ചിട്ട് പറയാം. എന്ത് പറയുന്നുണ്ണി? ഞാനെന്ത് പറയാനാ? ഇക്കാര്യത്തിൽ നീയല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത്. എന്താടോ പുഷ്കര, തനിക്ക് കണ്ണുമൂക്കം കണ്ടുകൂടെ? ഒന്ന് സാറേ, ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാ. നിന്ന് പിടയ്ക്കാതെ കാര്യം പറയണോ. വടിവാള് വടിവാള് വർക്ക് ഇറക്കിയിട്ടുണ്ട് സാറേ. എവിടെ? ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ വേണ്ട, കളിയാക്കണ്ട. ഐഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഐഡ്രോസ് മഹാപശ. പേടിപ്പിക്കല്ലേ സാറേ. നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി കുറെ ഞൊട്ടും. അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പടി വന്ന് കയറിയാലും നിങ്ങളുടെ കൈ വിറയ്ക്കും. ഇന്ദുചൂടൻ എന്ന അവന്റെ പേര് എന്ന് പറഞ്ഞാ ഇതിനൊരു അവസാനം ഉണ്ടാകേണ്ട പൗത്ര. അവന്റെ സോപ്പ് പോയിന്റ്, അവന്റെ മർമ്മം അത് കണ്ടുപിടിക്കേ. അവിടെ വേണം കുത്താൻ. അത് കത്തികൊണ്ടല്ല, പിന്നെ അതിങ്ങനെ വെള്ളപ്പുറത്ത് വീരസ്യം പറയുന്ന സഭയിൽ നിരത്താനുള്ളതല്ല. കണ്ടോ, ഇനി മണപ്പള്ളി പവിത്രൻ കളി മാറ്റി കളിക്കുക. വെട്ടിയാൻ നോർക്കും. സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ മര്യാദ കിടക്കണം. ഇതുപോലെ നടന്നാ മതിയാ. അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്റർ ആണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ. പോവാൻ മോനെ.